വെള്ളിയാഴ്ച രാവിലെ എണീറ്റാൽ ആദ്യത്തെ പണി ഇറച്ചി വാങ്ങാൻ പോകണം. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷായി പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ മോളും നേരെ ബേക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഓളയും കൂട്ടി നേരെ പോയത് കൊടുവള്ളിക്കാട്ടോ. കൊടുവള്ളി നല്ല ഫ്രഷ് പോത്തിറച്ചി കിട്ടണമെങ്കിൽ നമ്മളെ മീനാളിന്റെ അടുത്ത് പോകണം. അങ്ങനെ ഓൻ്റെ അടുത്ത് പോയി കുറച്ച് പോത്തിറച്ചി വാങ്ങി നേരെ വീട്ടിലേക്ക് തന്നെ വന്ന് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചെമ്മീൻ റോസ്റ്റും നൈസ് പത്തിരിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് ഇറച്ചി വാങ്ങിയും കൊണ്ട് ചക്കയും കൂടി പൊയിങ്ങാലോ എന്ന് ഉമ്മന്റെ ഒരു ചോദ്യം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കൊക്കയെടുത്ത് ആദ്യം മുന്നിൽ നടന്നത് ഉമ്മ കേട്ടോ. അതിന്റെ ബേക്കിൽ ഞാനും മോളും പോയി. പ്ലാവിന്റെ അടുത്ത് എത്തിയപ്പോൾ മൂത്ത ചക്ക അടിഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അയിറ്റ ഒരു ചക്കയും കൊയ്ത് വന്ന് മുറിച്ച് നോക്കിയപ്പോൾ നല്ല മൂത്ത ചക്ക. അങ്ങനെ ചക്ക പുഴുങ്ങാൻ വേണ്ടി ഞാനും ഉമ്മയും കൂടി കുരും തോലും ഒക്കെ പോക്കി പെറുക്കിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ പോകാനുള്ള സമയമായിക്കിന്. പള്ളിയിൽ പോയി വന്നിട്ട് വേണം മോന് പോളിയോ കൊടുക്കാൻ പോവാന്. അങ്ങനെ ജുമാ നിസ്കരിച്ച് വന്ന് വാവനെയും വൈഫിനെയും കൂട്ടി വീടിന്റെ അടുത്തുള്ള അങ്കണവാടിയിലേക്ക് പോയി. ഇവിടുന്നാണ് പോളിയോ കൊടുക്കുന്നത്. നമ്മളെ അങ്കണവാടി ഇത്രയൊക്കെ ഹൈടെക് ആയത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അങ്ങനെ വാവക്ക് പോളിയോ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്ന്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല ചക്ക പുഴുങ്ങിയതും ബീഫ് കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിക്കണ്. അങ്ങനെ പ്ലേറ്റിലേക്ക് കുറച്ച് ചക്കയും അതിന്റെ മുകളിൽ കുറച്ച് ബീഫ് കറിയും ഒഴിച്ച് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ സ്വർഗം അടിപൊളി. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.